ഹായ്. അമ്മമാർക്ക് നേരത്തെ മെനാർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്യൂബേർട്ടി അറ്റൻഡ് ചെയ്തവരാണെന്നുണ്ടെങ്കിലും അവരുടെ പെൺമക്കൾക്കും അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതായത് ജെനറ്റിക്സ്. എന്നാൽ ഇവിടെ ജെനറ്റിക്സ് എന്നുള്ളതൊരു ഫാക്ടർ തന്നെയാണ്, എങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത ചുറ്റുപാടുകളാണ് ഒരു കുട്ടി പ്യൂബേർട്ടി അറ്റൻഡ് ചെയ്യുന്നതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം. അതായത് കുട്ടിയുടെ സ്ലീപ്പ് പാറ്റേൺ, അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽസ്, സ്ക്രീൻ ടൈം, അതുപോലെ ബോഡി ഫാറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, അതുപോലെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് അവരുടെ പ്യൂബേർട്ടീനെ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ജെനറ്റിക്സ് ഒരു ചെറിയ ഒരു റോൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30-40 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ പാറ്റേൺ അല്ല ഇന്നത്തെ കുട്ടികളിൽ. ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും പീരീഡ്സ് ആയി തുടങ്ങുന്ന കുട്ടികളാണുള്ളത്. അതായത് നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത് അത്രയും പെട്ടെന്ന് ചേഞ്ച് ആവുന്നൊന്നുമല്ല. നമ്മുടെ എൻവയോൺമെൻ്റ് ആണ് പെട്ടെന്ന് മാറിയിട്ടുള്ളത്. അതായത് കൂടുതലും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അതുപോലെ സ്ക്രീൻ ടൈം ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതലാണ്. അപ്പോൾ അവരുടെ സ്ലീപ്പ് സൈക്കിളിന് അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രെസ്സ് കൂടുതലാണ്. ഇപ്പോൾ പഠനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രെസ്സ് കൂടുതലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർ കൂടുതലും അവരുടെ ബ്രെയിനിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വളരെയധികം ബ്രെയിനിനെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ പ്യൂബർട്ടിയിലേക്ക് കൂടുതലും പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് നിങ്ങളുടെ കുട്ടികളിൽ എഫക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക.